മാത്യു കുഴൽനാടൻ്റെ ഹർജി തള്ളി. മാസപ്പടി കേസിൽ അന്വേഷണമില്ല വിജിലൻസ് കോടതി. മാത്യു കുഴൽനാടന് വൻ തിരിച്ചടി. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മകൾ വീണയ്ക്കെതിരെയും അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് MLA മാത്യു കുഴൽനാടൻ നൽകിയ ഹർജിയിലാണ് വിജിലൻസ് കോടതി തള്ളിയത്. കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചത്. CMRL എന്ന സ്വകാര്യ സ്ഥാപനത്തിന് ധാതുമണൽ ഖനനത്തിനായി വഴിവിട്ട് സഹായം നൽകിയെന്ന് പ്രതിഫലമായി വീണ വിജയന് മാസപ്പടി നൽകിയെന്നാണ് മാത്യു കുഴൽനാടൻ്റെ ആരോപണം. സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട് സഹായം നൽകിയതിന് തെളിവുകൾ ഹാജരാക്കാൻ ഹർജിക്കാരനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു. ബന്ധപ്പെട്ട ചില രേഖകൾ ഹാജരാക്കിയിരുന്നു. എന്നാൽ വഴിവിട്ട് സഹായം ചെയ്തതായി കണ്ടെത്താനായില്ലെന്ന് വിജിലൻസ് പ്രോസിക്യൂട്ടർ കോടതിയിൽ വ്യക്തമാക്കി. ഇത് പരിഗണിച്ചാണ് ഹർജി തള്ളിയത്. പരാതിക്കാരൻ മാത്യു കുഴൽനാടൻ അറിയപ്പെടുന്ന ഒരു അഭിഭാഷകനാണ്. എന്നിരുന്നിട്ടും ഇതുപോലൊരു തോൽവി ഉണ്ടായത് ശ്രദ്ധക്കുറവ് തന്നെയാണെന്ന് പൊതുവെ അഭിപ്രായപ്പെടുന്നു. മാസപ്പടി കേസുമായി മാസങ്ങളോളം ചാനൽ ചർച്ചകളിൽ ഇടം പിടിച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് നികുതി വകുപ്പും SFIO, ED തുടങ്ങിയ ഏജൻസികൾ അന്വേഷിച്ചു വരുന്നത്. കേസിൽ ഒന്നുമില്ലെങ്കിൽ ഈ ഏജൻസികളുടെ അന്വേഷണം പ്രഹസനവും തമാശയും നേരം പോക്കുമായിരിക്കുമാണോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തീർന്നു. ഇനി 16 നാൾ വിദേശ വിശ്രമം കുടുംബത്തോടെ. ഇന്തോനേഷ്യയും സിംഗപ്പൂരും ദുബായിലും 16 ദിവസത്തെ വിദേശ യാത്രയ്ക്ക് അനുമതി. മുഖ്യമന്ത്രിയും ഭാര്യയും കൊച്ചുമകനും കൂടി കൊച്ചിയിൽ നിന്നും വിമാനം കയറി. മരുമകനും മകളും 4 ദിവസം മുൻപേ യാത്രയായി. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എന്തുകൊണ്ട് ഒരവധിക്കാലം ആയിക്കൂടാ? തികച്ചും സ്വകാര്യ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര തിരിച്ചത് അവധിക്കാല വിദേശ വിശ്രമം കൂടി ലക്ഷ്യമിട്ടാണ്. യാത്രയ്ക്കിടെ മുഖ്യമന്ത്രി മകനെയും കുടുംബത്തെയും ചെന്ന് കാണും. എപ്പോൾ മടങ്ങുമെന്ന് തീരുമാനമായിട്ടില്ല. കേരള മുഖ്യമന്ത്രിയും കുടുംബവും മന്ത്രിമാരും ഉദ്യോഗസ്ഥ പരിവാരങ്ങളും 90ഓളം വിദേശയാത്ര നടത്തിയെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇതൊന്നും നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങളൊന്നുമല്ല. 10 വർഷത്തിനുള്ളിൽ പ്രധാനമന്ത്രി എത്ര പ്രാവശ്യം വിദേശയാത്ര നടത്തി എന്നത് കൃത്യമായി വിവരങ്ങൾ ആരും തിരക്കുന്നില്ല. രാജ്യത്തെ മുഖ്യമന്ത്രിമാരും മറ്റു മന്ത്രിമാരും കുടുംബസമേതം വിദേശയാത്ര നടത്താറുണ്ട്. ഇതൊന്നും വലിയ കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് LDF പറയുന്നത്. അപ്പോഴും പ്രതിപക്ഷം ചോദിക്കുന്നത്, കോടികൾ ചിലവാക്കി ഇത്രയും വിദേശ പര്യടനം നടത്തിയിട്ട് സംസ്ഥാനത്തിനും ജനങ്ങൾക്കും 1 രൂപയുടെ പ്രയോജനമുണ്ടായില്ല എന്നാണ് അവർ പറയുന്നത്. വീണ്ടും കെജ്രിവാളിനെ കുടുക്കാൻ നീക്കം. മോദി ഭരണത്തിൽ വാടകയ്ക്ക് എടുത്തവരെ വെച്ച് വ്യാജ പരാതി മെനഞ്ഞ് രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്ന നടപടികൾക്ക് യാതൊരു കുറവുമില്ലെന്ന് പ്രതിപക്ഷം. കെജ്രിവാളിനെതിരെ വീണ്ടും ഒരു കള്ളപ്പരാതിയിന്മേൽ അന്വേഷണത്തിന് കോപ്പ് കൂട്ടുകയാണ്. നിരോധിത സിഖ് സംഘടനയായ സിഖ്സ് ഫോർ ജസ്റ്റിസിൽ നിന്നും പണം കൈപ്പറ്റിയെന്ന പരാതിയാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ NIA അന്വേഷണത്തിന് നിർദ്ദേശിച്ച് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് കുർപന്ത് വന്ത് സിംഗ് പന്നൂതിനെ സംഘടനയിൽ നിന്ന് 134 കോടി രൂപ കൈപ്പറ്റിയെന്ന് ആരോപിച്ചാണ് വേൾഡ് ഹിന്ദു ഫെഡറേഷന്റെ ദേശീയ ജനറൽ സെക്രട്ടറി അഷു മോൻഗിയ നൽകിയ പരാതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി സെക്രട്ടറിക്ക് കൈമാറിയ കത്തിലാണ് NIA അന്വേഷണം തുടങ്ങാൻ പോകുന്നത്. എതിരാളികളെ അഴിക്കുള്ളിലാക്കുന്നതിനായി മോദിയുടെ ഒരു ഗൂഢസംഘം ഇത്തരം കൊട്ടേഷനുകൾ ഏറ്റെടുത്ത് കള്ളപ്പരാതി മെനഞ്ഞ് അകത്താക്കാനുള്ള അടുത്ത കരുനീക്കമാണ് കെജ്രിവാളിനെതിരെ പ്രയോഗിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ആരോപിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് വഴി BJP വാങ്ങിയ തുകയുടെ പൂർണ്ണ വിവരവും പുറത്ത് വന്നില്ലെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. മേയർക്കെതിരെയും സച്ചിനും മേയറുടെ സഹോദരനെതിരെയും കേസെടുക്കണമെന്ന് കോടതി. മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAക്കെതിരെയും മേയറുടെ സഹോദരൻ അരവിന്ദ്, ഭാര്യ ആര്യ, കണ്ടാൽ അറിയാവുന്ന ഒരാൾ എന്നിവർക്കെതിരെയായിരുന്നു ഡ്രൈവർ യദുവിൻ്റെ പരാതി. കണ്ടോൺമെൻറ് പോലീസിനോട് കേസെടുക്കാൻ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്.
ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അന്യായമായ തടങ്കലിൽ വയ്ക്കൽ, അസഭ്യം പറയൽ എന്നീ പരാതികളാണ് യദു ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നത്. പരാതി കോടതി പോലീസിന് കൈമാറി. ആര്യ രാജേന്ദ്രൻ ഭർത്താവുമായ MLA സച്ചിൻ ദേവിനെതിരെയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷെ കേസ് എടുത്തിട്ടില്ല. ആ സാഹചര്യത്തിലാണ് യദു കോടതിയെ സമീപിച്ചത്. ഇതിനിടയിൽ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതുമായി സമഗ്ര അന്വേഷണമാണ് നടത്തിവരുന്നത്. പാപ്പനംകോട് വർക്ക്ഷോപ്പിൽ വെച്ചാണ് ക്യാമറ സ്ഥാപിച്ചത്. ഇവിടെ നിന്നുള്ള രേഖകളും പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. ഡ്രൈവർ, യദു, കണ്ടക്ടർ എന്നിവരുടെ മൊഴി ഇതുവരെ എടുക്കുമെന്നാണ് അറിയുന്നത്. കോടതിയും ഇല്ലെങ്കിൽ നാടിൻ്റെ സ്ഥിതി എന്താകുമെന്ന് പൊതുജനങ്ങളും പറയുന്നു. കണ്ടക്ടറുടെ പേര് പോലും പോലീസ് ഇതുവരെയും പറയാൻ തയ്യാറായിട്ടില്ല എന്ന ആരോപണവുമുണ്ട്.